ഇന്ന് നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൺ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ വ്യക്തി അവർ നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ ആണോ അല്ലയോ എന്ന് ഡിവൈൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം. ഓക്കെ, 4 കാർഡ് ഞാൻ വെച്ചിട്ടുണ്ട്. നമ്പർ മനസ്സിൽ വിചാരിച്ചാൽ മതി. കാർഡ് 1, 2, 3, 4. നിങ്ങളുടെ ആൻസർ ഇതിനകത്തുണ്ട്. ഓക്കെ, പോസിറ്റീവ്സും നെഗറ്റീവ്സും കാർഡ്സ് ഉണ്ട് എന്നാണ് തോന്നുന്ന. കാർഡ് ഞാൻ നോക്കിയിട്ടില്ല. 4 കാർഡ് ഞാൻ ഷഫിൾ ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിൽ ക്വസ്റ്റ്യൻ വിചാരിച്ചോളുക. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൺ നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ ആണോ അല്ലയോ എന്നിട്ട് ഇത് 4 നമ്പേഴ്സിൽ ഒന്ന് ചൂസ് ചെയ്യുക. 1, 2, 3, 4. എടുക്കട്ടെ കാർഡ് നമ്പർ 1ൻ്റെ ആൻസർ. കാർഡ് 1ൻ്റെ ആൻസർ നോ ആണ്. അവർ നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ അല്ല. നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ നിങ്ങളെ വേറെ എവിടെയോ കാത്തിരിക്കുന്നു. കാർഡ് നമ്പർ 2, അതും നോ ആണ്. നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ വേറെ എവിടെയോ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. കാർഡ് നമ്പർ 3 യെസ് ആണ് കേട്ടോ. കാർഡ് നമ്പർ 3 നിങ്ങൾ വിചാരിച്ച പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ. കാർഡ് നമ്പർ 4ഉം യെസ് ആണ്. അവർ തന്നെയാണ് നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ. ഓക്കെ.